ഡോക്ടറെ, ഈ കാർപ്പൽ ടണലിന് സർജറി മാത്രമേ ഉള്ളൂ ചികിത്സ? ബേസിക്സ് ഓഫ് കാർപ്പൽ ടണൽ സിൻഡ്രോം സീരീസിലെ അവസാനത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കാർപ്പൽ ടണൽ സിൻഡ്രോമിന്റെ മാനേജ്മെന്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇത് കാർപ്പൽ ടണൽ സിൻഡ്രോം തന്നെയാണ് എന്നുള്ളത് സ്ഥിരീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളതിന്റെ വീഡിയോ ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഫലാൻസ് ടെസ്റ്റ് പോലെയുള്ള ടെസ്റ്റുകൾ ചെയ്ത് നമുക്ക് കാർപ്പൽ ടണൽ സിൻഡ്രോം ആണെന്ന് സ്ഥിരീകരിക്കാം. അടുത്തത് നമുക്ക് എന്ത് കാരണം കൊണ്ടാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം വന്നത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. ആ കാരണങ്ങൾ നമ്മൾ ആദ്യം ചികിത്സിച്ച് നോക്കണം. നമുക്ക് ചിലപ്പോൾ അതിൻ്റെ നല്ല കൺട്രോൾ വന്നാൽ തന്നെ കാർപ്പൽ ടണൽ സിൻഡ്രോമിൻ്റെ പ്രോബ്ലംസ് ഒരു പരിധിവരെ കൺട്രോൾ ആയിട്ട് വരും. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഏത് സ്റ്റേജിലാണ് ഉള്ളതെന്നനുസരിച്ചിട്ട് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് മാറും. മൈൽഡ്, മോഡറേറ്റ്, സിവിയർ. ഇപ്പോൾ നമുക്ക് മൈൽഡ് കംപ്ലൈൻസേ ഉള്ളൂ, നമുക്ക് വീക്ക്നെസ് ഒന്നും വന്നിട്ടില്ല, ജസ്റ്റ് ചെറിയ പെരുപ്പേ ഉള്ളൂ, അത് വല്ലപ്പോഴും മാത്രമേ ഉള്ളൂ എങ്കിൽ കൺസർവേറ്റീവ് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ നമുക്ക് മരുന്ന്, നമുക്ക് സ്പ്ലിന്റ്, നമുക്ക് എക്സർസൈസുകൾ നമുക്ക് നെർവ് ഗ്ലൈഡിങ്, ടെൻഡൻ ഗ്ലൈഡിങ് എക്സർസൈസുകളെല്ലാം ഉണ്ട്. ഇതെല്ലാം ചെയ്ത് നോക്കിയാൽ തന്നെ കാർപ്പൽ ടണൽ സിൻഡ്രോം ഒരു പരിധിവരെ കുറയ്ക്കാവുന്നതാണ്. ഇനി നമ്മുടെ സിംറ്റംസ് കണ്ടിന്യൂസ് ആയിട്ടുണ്ട്, നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെയാണ് എങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് കൈക്ക് ബലക്കുറവും എല്ലാം വന്നു തുടങ്ങി, നമ്മൾ സിവിയർ ഗ്രേഡിലാണ് ഉള്ളതെങ്കിൽ നമുക്ക് സർജറി എന്നുള്ളത് തന്നെയാണ് ചികിത്സാ രീതി. ഇനി സർജറിയാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടി വരുന്നതെങ്കിൽ സാധാരണഗതിയിൽ ഓപ്പൺ സർജറിയാണ് നമ്മൾ ചെയ്യാറ്. ഓപ്പൺ സർജറി എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഇൻസിഷൻ അല്ല. കൈയുടെ ഈ ഒരു ഭാഗത്ത് നമ്മളൊരു 2-2.5 സെന്റിമീറ്റർ നീളത്തിനുള്ള ഒരു മുറിവുണ്ടാകും. അത് കഴിഞ്ഞതിന് ശേഷം അതുവഴി മീഡിയൻ നെർവിനെ റിലീസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഓപ്പൺ സർജറി തന്നെ നമ്മളൊരു വേരിയന്റ് മിനി ഓപ്പൺ എന്ന് പറയും. മിനി ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2.5 സെന്റിമീറ്റർ ഇല്ലാതെ നമുക്ക് ഏറെക്കുറെ ഒരു 1 സെന്റിമീറ്റർ നീളത്തിനുള്ള മുറിവിൽ കൂടി ഓപ്പറേഷൻ ചെയ്യുന്നതിന്റെ പേരാണ് മിനി ഓപ്പൺ കാർപ്പൽ ടണൽ റിലീസ്. ഇതല്ലാതെ ന്യൂവറായിട്ട് പുതിയ അഡ്വാൻസുകൾ വന്നിട്ടുണ്ട്. അതിലൊന്നാണ് താക്കോൽ ദ്വാരത്തിൽ കൂടെ ചെയ്യുന്നത് എൻഡോസ്കോപ്പിക് കാർപ്പൽ ടണൽ റിലീസ് എന്ന് പറയുന്നത്. അതിൽ ചെറിയ 1-2 തുളകൾ കൂടി നമ്മളൊരു ക്യാമറ കടത്തിവിട്ട് കാർപ്പൽ ടണൽ റിലീസ് ചെയ്യാനായിട്ട് പറ്റും. ഇതും കഴിഞ്ഞിട്ട് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്നത് അൾട്രാസൗണ്ടഡ് ഗൈഡഡ് കാർപ്പൽ ടണൽ റിലീസ് എന്ന് പറയുന്നതാണ്. അതായത് നമ്മളൊരു സ്കാനിങ് ചെയ്ത് നോക്കി, സ്കാനിങ്ങിൽ കൂടി കണ്ടുകൊണ്ട് ചെറിയൊരു മുറിവിൽ കൂടെ നമ്മൾ കാർപ്പൽ ടണൽ റിലീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ എൻഡോസ്കോപ്പിക് കാർപ്പൽ ടണൽ റിലീസിന്റെയും അൾട്രാസൗണ്ട് ഗൈഡഡ് കാർപ്പൽ ടണൽ റിലീസിന്റെയും അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുറിവ് വളരെ ചെറുതാണ്. അപ്പോൾ മുറിവ് വളരെ ചെറുതായതുകൊണ്ട് 1 വേദന കുറവായിരിക്കും, 2 സ്കാർ വളരെ കുറവായിരിക്കും, 3 മുറിവ് പെട്ടെന്ന് ഉണങ്ങുന്നതാണ്, 4 നമുക്ക് എത്രയും പെട്ടെന്ന് ജോലിക്ക് പോകാൻ പറ്റുന്നതാണ്. ഇതെല്ലാമാണ് ഈ ഒരു ചെറിയ മുറിവോട് കൂടി സർജറി ചെയ്യുന്നതിന്റെ അഡ്വാൻറ്റേജ്. നിങ്ങൾക്ക് ഈ പ്രോബ്ലം ഉണ്ട്, നിങ്ങൾക്ക് ചെറിയ മുറിവോട് കൂടി നമുക്ക് സർജറി ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു ഹാൻഡ് സർജനെ സമീപിക്കുക.